നിങ്ങളൊരു പ്രവാസിയാണോ? പ്രവാസികൾക്ക് വേണ്ടിയിട്ട് ഇന്ത്യയിൽ 3 ബാങ്ക് അക്കൗണ്ടുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പലപ്പോഴും പ്രവാസിയാണെങ്കിൽ കൂടെ ഏത് ബാങ്ക് അക്കൗണ്ടാണ് ഓപ്പൺ ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് വ്യക്തമായിട്ടൊരു ഐഡിയ പലപ്പോഴും പ്രവാസികൾക്കില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളൊരു പ്രവാസിയാണെങ്കിൽ ഏത് ബാങ്ക് അക്കൗണ്ടാണ് ഇന്ത്യയിൽ ഓപ്പൺ ചെയ്യേണ്ടത് എന്നതാണ് ചർച്ച ചെയ്യുന്നത്. അതേപോലെ തന്നെ ആരാണ് പ്രവാസി എന്നതും കൂടെ നമ്മൾ ഇതിൻ്റെ അകത്ത് മനസ്സിലാക്കണം. 182 ദിവസത്തിന് മുകളിൽ താമസിക്കുന്ന ഒരു വ്യക്തി വിദേശത്ത്, ഇന്ത്യൻ പൗരനായിരിക്കും, വിദേശത്ത് 182 ദിവസത്തിൽ കൂടുതൽ താമസിക്കുന്ന വ്യക്തിയെ പ്രവാസി എന്നാണ് പറയുന്നത്. അത് എഡ്യൂക്കേഷൻ പരമായിട്ടായിരിക്കാം, ബിസിനസ് പരമായിട്ടായിരിക്കാം, ജോലിപരമായിട്ടായിരിക്കാം. നിങ്ങൾ 182 ദിവസത്തിൽ കൂടുതൽ താമസിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു പ്രവാസിയാണ്. അപ്പോൾ പ്രവാസിയാണെങ്കിൽ ഏത് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം? ഇതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത്. എൻ്റെ പേര് ആൽബിൻ. ഇതേപോലുള്ള അറിവുകൾക്ക് നിങ്ങൾ വളരെയധികം ഇൻട്രസ്റ്റ് ആണെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുന്നത് NRE ബാങ്ക് അക്കൗണ്ടുകളാണ്. NRE ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ വിദേശത്ത് നിങ്ങൾ വരുമാനം ജനറേറ്റ് ചെയ്യുന്നു. നിങ്ങളൊരു തൊഴിൽ ചെയ്തിട്ടായിരിക്കാം, ബിസിനസ് പരമായിട്ടായിരിക്കാം, എങ്ങനെയാണെങ്കിലും ഒരു വരുമാനം ജനറേറ്റ് ചെയ്യുന്നു. ഈ വരുമാനം നിങ്ങൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ അല്ലെങ്കിൽ ഇന്ത്യൻ കറൻസിയിൽ സൂക്ഷിക്കാൻ നിങ്ങളെ അനുവദിക്കുന്ന ബാങ്ക് അക്കൗണ്ടുകളാണ് NRE ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇതിന് ഒരു തരത്തിലുള്ള നികുതിയും ഇതിൻ്റെ അകത്തില്ല. എപ്പോൾ വേണമെങ്കിലും ഈ പണം വിദേശത്തേക്ക് നിങ്ങൾക്ക് കൊണ്ടുപോവുകയും ചെയ്യാം. ഇതാണ് ഈ ബാങ്ക് അക്കൗണ്ടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് പലിശ കിട്ടിക്കഴിഞ്ഞാലും ഈ പലിശയ്ക്ക് പോലും ഇൻട്രസ്റ്റ് ഇല്ല എന്നത് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. രണ്ടാമത്തതാണ് NRO ബാങ്ക് അക്കൗണ്ടുകൾ. NRO ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിദേശത്താണ്, പക്ഷേ ഇന്ത്യയിൽ നിങ്ങൾക്ക് വരുമാന സാധ്യതകളുണ്ട്. പെൻഷനായിരിക്കാം, ബിസിനസ്സിൽ നിന്നായിരിക്കാം, അങ്ങനെ പല സോഴ്സുകളും മുഖേന ഇതിൻ്റെ അകത്തൂടെ വരുമാനം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ ഈ അക്കൗണ്ട് നിങ്ങൾക്ക് ഉപയോഗിച്ചുകൊണ്ട് ഈ വരുമാനം നിങ്ങൾക്ക് മാനേജ് ചെയ്യാം. ഈ അക്കൗണ്ട് ഉപയോഗിക്കുന്നതിൻ്റെ അഡ്വാൻറ്റേജ് ഇന്ത്യൻ കറൻസി തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ വിദേശത്താണ് എന്ന് മാത്രമേ ഉള്ളൂ. ഇന്ത്യയിൽ നിന്നുള്ള വരുമാനം സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് NRO ബാങ്ക് അക്കൗണ്ട് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് EMI പേ ചെയ്യാനും ടാക്സ് പേയ്മെൻറ്റ് ചെയ്യാനും അല്ലെങ്കിൽ ഏതെങ്കിലും യൂട്ടിലിറ്റി ബില്ലുകൾ പേയ്മെൻറ്റ് ചെയ്യാനും ഒക്കെ തന്നെ വളരെയും യൂസ്ഫുൾ ആകുന്ന ബാങ്ക് അക്കൗണ്ടാണ് NRO ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് ടാക്സ് ഉണ്ട്. കാരണം ഇന്ത്യയിൽ നിന്ന് സമ്പാദിക്കുന്ന എമൗണ്ടിന് കൃത്യമായിട്ട് ഇതിനകത്ത് ടാക്സ് ഫയൽ ചെയ്യേണ്ടത് നിർബന്ധമാണ്. ഈ ബാങ്ക് അക്കൗണ്ടിലൂടെ 8.2 കോടി രൂപ വരെ നിയമവിധേയമായി നിങ്ങൾക്ക് വിദേശത്തോട്ട് ട്രാൻസ്ഫർ ചെയ്യാനും അനുവദിക്കുന്നുണ്ട് എന്നത് ഈ ബാങ്ക് അക്കൗണ്ടിൻ്റെ അഡ്വാൻറ്റേജ് ആണ്. മൂന്നാമത്തതാണ് FCRR എന്ന് പറയുന്ന ബാങ്ക് അക്കൗണ്ട്. FCRR എന്ന് പറയുന്ന ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുന്നത് നിങ്ങൾ അമേരിക്കയിൽ ജോലി ചെയ്യുന്നു. അമേരിക്കയിൽ ജോലി ചെയ്യുമ്പോൾ തന്നെ അമേരിക്കൻ കറൻസിയിൽ ഇന്ത്യൻ ബാങ്ക് അക്കൗണ്ട് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫണ്ട് കൈകാര്യം ചെയ്യണം. അതിനു വേണ്ടിയിട്ടാണ് FCRR എന്ന് പറയുന്ന ബാങ്ക് അക്കൗണ്ട് ഉപയോഗിക്കുന്നത്. ഈ അക്കൗണ്ട് ഉപയോഗിക്കുന്നതിന് അഡ്വാൻറ്റേജ് വളരെയധികം സേഫ് ആണ് എന്നതാണ്. കാരണം ഇപ്പോൾ നമ്മൾ ന്യൂസുകൾ വായിക്കുന്ന സമയത്ത് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് അമേരിക്കയ്ക്കെതിരെ ഇന്ത്യയുടെ റുപ്പയുടെ മൂല്യം വളരെയധികം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 84 നിന്ന് 88 വരെ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് മൂല്യത്തകർച്ച സംഭവിക്കുന്നുണ്ട്. എന്നാൽ ഇങ്ങനെ വരുന്ന സമയത്തും നമ്മുടെ കയ്യിലിരിക്കുന്ന എമൗണ്ട് വളരെയധികം സേഫായി നമ്മൾ സൂക്ഷിക്കണമെങ്കിൽ അവിടുത്തെ കറൻസിയിൽ തന്നെ നമ്മൾ സൂക്ഷിക്കണം. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് FCRR എന്ന് പറയുന്ന ബാങ്ക് അക്കൗണ്ട് ഉപയോഗിക്കുന്നതിലൂടെ അത് വളരെയധികം സുരക്ഷിതമായിരിക്കും. ഇതാണ് FCRR ബാങ്ക് അക്കൗണ്ടിൻ്റെ അഡ്വാൻറ്റേജ്. ഇത് കൂടാതെ തന്നെ പ്രവാസികൾക്ക് മറ്റനേകം ഫെസിലിറ്റീസ് കൂടെ ബാങ്കുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ അറിയാതെ പോകുന്നത് ബഹുഭൂരിപക്ഷ പ്രവാസികളും തങ്ങളുടെ നോർമൽ സേവിങ്സ് അക്കൗണ്ടിലാണ് ക്യാഷ് സൂക്ഷിക്കുന്നത്. അപ്പോൾ ശരാശരി 2%, 3% ആണ് കിട്ടുന്നത്. എന്നാൽ ന്യൂജൻ ബാങ്കുകളൊക്കെ നിങ്ങൾ അന്വേഷിക്കുകയാണെങ്കിൽ ശരാശരി 7% വരേക്കും ഇൻട്രസ്റ്റ് ലഭിക്കുന്നുണ്ട്. അത്തരം ഇൻട്രസ്റ്റ് വേണം നേടിയെടുക്കാൻ നിങ്ങളെ സഹായിക്കും ന്യൂജൻ ബാങ്കുകളിൽ പോയി നിങ്ങൾ നല്ലൊരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിലൂടെ. ഇത് കൂടാതെ തന്നെ ലോണിനുള്ള സൗകര്യം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഹോം ലോൺ ആയിരിക്കാം, വെഹിക്കിൾ ലോൺ ആയിരിക്കാം, പേഴ്സണൽ ലോൺ ആയിരിക്കാം. ഇങ്ങനെ വിവിധ തരത്തിലുള്ള ലോണുകൾ മികച്ച ഇൻട്രസ്റ്റ് റേറ്റിൽ നമുക്ക് അവൈലബിൾ ആണ്. ഇത് കൂടാതെ തന്നെ നിങ്ങൾക്ക് ഇൻഷുറൻസ്, ടൈം ഇൻഷുറൻസ് ആയിരിക്കാം, ലൈഫ് ഇൻഷുറൻസ് ആയിരിക്കാം, ഹെൽത്ത് ഇൻഷുറൻസ് ആയിരിക്കാം, ഇങ്ങനെയുള്ള ഇൻഷുറൻസ് ഇൻവെസ്റ്റ്മെൻറ്റിനുള്ള, അതായത് FD, മ്യൂച്വൽ ഫണ്ട്, സ്റ്റോക്ക് മാർക്കറ്റിൽ സ്റ്റോക്കുകൾ വാങ്ങിച്ചിടാനുള്ള ഇങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസുകളും നൽകുന്നുണ്ട്. ഇത് കൂടാതെ തന്നെ അഡീഷണൽ സൗകര്യം കൂടെ നൽകുന്നുണ്ട്. ഇപ്പോൾ എയർപോർട്ട് ലോഞ്ച് ആക്സസ് മുതലായ സൗകര്യങ്ങളെല്ലാം തന്നെ ബാങ്കുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത്തരം സൗകര്യങ്ങളെല്ലാം തന്നെ അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ബാങ്കുമായി ബന്ധപ്പെട്ട് ഇത്തരം സൗകര്യങ്ങളെല്ലാം തന്നെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് പ്രവാസി ആയിരിക്കുന്നത് കൊണ്ട് തന്നെ ബാങ്കിനെ ഉപയോഗിച്ചുകൊണ്ട് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ വളരെ ഉപകാരമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.